കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്കൊരു പാട്ട് പാടി എല്ലാവർക്കും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാനിവിടെ പാടുമ്പോൾ നിങ്ങളും അതെ ചേർന്ന് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ, നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാൻ അറിയുവാൻ, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാൻ അറിയുവാൻ. എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം, എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം. നിത്യമാണെനിക്ക് ലോകലാവണ്യം, നിത്യമാണെനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ളം കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ളം കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു, തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ എണ്ണി അറിയുന്നു. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ എണ്ണി അറിയുന്നു. ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ, ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ, ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. യേശു ക്രിസ്തു
ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ, ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത ഏകണേ പ്രിയ, പൂർണ്ണ സഹിഷ്ണുത ഏകണേ പ്രിയ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു, എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു. വേല തികയ്ക്കുന്നതെന്റെ ആഹാരം, വേല തികയ്ക്കുന്നതെന്റെ ആഹാരം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എൻ്റെ പ്രാണനെ താൻ യാഗമാക്കുന്നു. എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എൻ്റെ പ്രാണനെ താൻ യാഗമാക്കുന്നു. എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ, എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ തൻഹിതമെന്നിൽ സമ്പൂർണമാകട്ടെ, തൻഹിതമെന്നിൽ സമ്പൂർണമാകട്ടെ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഞാൻ ഒരു പാട്ട് പാടി, നമ്മളെല്ലാവരും ചേർന്ന് പാടി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇനിയും ഈ മെസ്സേജ് എടുക്കുന്നവർക്കും അതെ ഒരുമിച്ച് പാടുവാനും. അതെ നമുക്കിന്ന് ഞാനിന്ന് വചനത്തിൽ നിന്ന് അങ്ങനെ സംസാരിക്കുന്നില്ല, കാരണം ഒരുപാട് വിഷയങ്ങളുമായിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ, ശരിക്കും പുരുഷന്മാർ കരയുന്നത് വളരെ അപൂർവമാണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം വന്നാൽ സ്ത്രീകൾ കരയുന്നത് പോലെ പുരുഷന്മാർ കരയത്തില്ല. എന്നാൽ ചില പുരുഷന്മാർ അവരുടെ സങ്കടം കൊണ്ട് അവരെനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ അവരുടെ കുടുംബത്തിലെ ചില വിഷയങ്ങൾ, തൻ്റെ ഭാര്യ തന്നെ ഇട്ടിട്ട് പോയിട്ട് കുറച്ച് നാളായി, എന്നാൽ അവിടെ ചെല്ലുമ്പോഴൊക്കെ അതായത് അദ്ദേഹം വിദേശത്താണ്, അദ്ദേഹം തിരിച്ചു വന്ന് കുറച്ച് ദിവസം താമസിക്കുമ്പോഴൊക്കെ കൂടെ കാണും, പിന്നെ എവിടെയാണെന്നോ ഒന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള മാനസിക സംഘർഷം. ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ കാണാൻ പോലും കഴിയുന്നില്ല.
അപ്പോൾ ആരാണ്, ആരുടെ പേര്, അവരുടെ സ്ഥലമോ ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മകൻ ശരിക്കും തൻ്റെ കുഞ്ഞിനെ കാണാനോ അല്ലെ തൻ്റെ ഭാര്യയുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനോ സന്തോഷമായിട്ട് ജീവിക്കാനോ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. കാര്യം നമ്മൾ ദൈവത്തെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പന, കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഇനി ഒരു കല്യാണം കഴിഞ്ഞാൽ പിന്നെ വേറൊരു കല്യാണം കഴിക്കുന്നതിനോട് ഒട്ടും അത് ദൈവപ്രമാണത്തിലില്ല. എന്ന് വെച്ചാൽ മരിച്ചുപോയി എങ്കിൽ ആ വ്യക്തിക്ക് ഒരു കല്യാണം കഴിക്കാം. എന്നാൽ ഒരു വൈഫ് ഉള്ളപ്പോൾ അതിനെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരു വൈഫിനെ കല്യാണം കഴിക്കാൻ ദൈവസന്നിധിയിൽ വ്യവസ്ഥയില്ല. ഞാനതിനെക്കുറിച്ച് കൂടുതൽ തർക്കിക്കുകയോ എടുക്കുകയോ ഒന്നുമല്ല. അതാണ് ദൈവ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കഴിവതും തമ്മിൽ മനസ്സിലാക്കി സ്നേഹിച്ച് സമാധാനത്തോടെ പോകുന്നതാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത്. ഏദൻ തോട്ടത്തിൽ ആദമിനെ സൃഷ്ടിച്ചപ്പോഴെന്താണ്, ഹവ്വയും കൂടി ദൈവം സൃഷ്ടിച്ചു. ഒരു തുണ ആവശ്യമാണ് അല്ലേ? അപ്പം അതുകൊണ്ട് ദൈവത്താൽ ഒരു തുണയെ അല്ലെങ്കിൽ ദൈവം കൊടുത്തതിനെ അതേ മനുഷ്യൻ വേർപെടുത്തുന്നത് ശരിയല്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ വളരെയധികം ഈ മാധ്യമങ്ങളൊക്കെ ഒരു 90% കുടുംബങ്ങളെയും തകർക്കുവാനിടയായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞാനിത് പറയാൻ കാരണം ആ സഹോദരൻ്റെ കണ്ണുനീരോടുള്ള ആ വോയിസ് മെസ്സേജ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ പറയട്ടെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഹസ്ബൻഡ് ആ വൈഫിനെ നോക്കിയിരിക്കുക. എന്ന് വരും പുള്ളിക്കാരിക്ക് വീട്ടിൽ ചെന്നാലും മാധ്യമങ്ങൾക്കകത്തല്ലേ മൊബൈലിനകത്തൊക്കെ ഇങ്ങനെ വാട്സപ്പ് അയച്ചും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മറ്റുള്ള വ്യക്തികളുമായിട്ട് സംസാരിച്ചൊക്കെയുള്ള സാവകാശം അങ്ങനെ കളയുമ്പോൾ ആ ഹസ്ബൻഡ് വളരെ വേദനയോടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇന്ന് ഞാൻ അത് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഇനി വചനത്തെ ഞാൻ തൊടുന്നതേ ഇല്ല. കാരണം എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ തകർന്നവരെന്നെ വിളിക്കുവാനിടയായി. അപ്പം ഞാൻ പറയട്ടെ, ദൈവപൈതലെ, ദൈവത്തെ ഭയപ്പെട്ട് മനുഷ്യനെ ശങ്കിക്കണം അല്ലേ? ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തി നിശ്ചയമായിട്ടും ഒരു കുടുംബനാഥൻ അല്ലെ ഒരു കുടുംബനാഥ തന്നെ ഏൽപ്പിച്ച ജീവിതത്തിൽ വിശ്വസ്തരെന്ന് എണ്ണുവാൻ തക്കവണ്ണം. ഞാൻ പറയട്ടെ, ഈ നിശ്ചിത സമയമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പോകും. എന്നാൽ ഇവിടെ കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ഒരു 50, 60, 70 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇതിനെല്ലാം കണക്ക് പറയേണ്ടി ഒരു ദിവസം വരും. ഭാര്യയുടെ കണ്ണീന്ന് കണ്ണുനീര് വീണതെല്ലാം തുരുത്തി അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പിടിച്ചു നിർത്തി ന്യായവിധിക്ക് കാരണമായി തീരുമ്പോൾ ചോദിക്കുന്നതിനെല്ലാം മറുപടി കൊടുക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിലും അതുപോലെ. അതുകൊണ്ട് നിശ്ചയമായിട്ടും കുടുംബജീവിതത്തിലായി ഏർപ്പെട്ടിരിക്കുന്ന ദൈവ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, സ്വന്തം ഭാര്യയെ വേദനിപ്പിച്ച് സ്വന്തം ഭാര്യയെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് അത് വിശ്വാസിയാണെങ്കിലും ശുശ്രൂഷകനാണെങ്കിലും. അതെ, ഇന്നലെ ഞാനൊരു മെസ്സേജ് കേട്ടപ്പോൾ ഒരു കർത്തൃദാസൻ പറയുന്നത് ഞാൻ കേട്ടു. ഒരു കർത്തൃദാസൻ പറയുന്നത് കേട്ടു, ഇവിടെ വീട്ടിനകത്ത് ആരാണെന്നും നാട്ടിൽ ആരാണെന്നും തൻ്റെ കുടുംബനാഥനെക്കുറിച്ച് നാട്ടിൽ ദൂതനും വീട്ടിൽ ഭൂതവുമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ നിന്നാണ് നമ്മുടെ നല്ലൊരു സാക്ഷ്യം, അല്ലെ നമ്മുടെ ഭർത്താവിൻ്റെ മുമ്പിൽ നിന്നാണ് നല്ലൊരു സാക്ഷ്യം. അപ്പോൾ ആ സാക്ഷ്യം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമുള്ളതുപോലെ തന്നെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അഗ്നി ജ്വാലക്കത്ത കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ വിശ്വസ്തരെ നിന്നുന്നതിനെ നമ്മൾ ദൈവസന്നിധിയിലും മനുഷ്യരോടും ഉത്തരവാദിത്വവും വിശ്വസ്തതയും അനുസരണയും അതേ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി വിഷമിക്കുന്നുണ്ട്. ആ സഹോദരൻ്റെ കണ്ണുനീരും വേദനയും കണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ശുശ്രൂഷയുണ്ടെന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. നിങ്ങൾ എവിടെ പോയി എന്ത് ചെയ്താലും നിങ്ങളുടെ കുടുംബത്തിലൊരു ദുഃഖമുണ്ടെങ്കിൽ എന്തിനാ കുഞ്ഞെ നീ വിഷമിക്കുന്നത്? നിന്റെ ദുഃഖം എന്താണ്? ഞാൻ നിമിത്തമാണെങ്കിൽ ഒരു തുള്ളി കണ്ണുനീര് ഞാൻ മുഖാന്തരം നിന്റെ കണ്ണീരിൽ വീഴാൻ പാടില്ല
എന്ന് മനസ്സിലാക്കി അല്പം കരുണയും മനസ്സലിവും ദൈവം നമ്മളോട് കാണിച്ചെങ്കിൽ നമ്മുടെ സഹധർമ്മിണിയോടും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുദാസനോടും ഒരു കരുണ കാണിക്കാൻ, അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്ക് പറയുമ്പോൾ അവരെ വേദനിപ്പിച്ച് അവരെ മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിട്ട് കുടുംബം തകർക്കരുത് ദയവായിട്ട്. എന്ന് വെച്ചാൽ ഇത് പറയാൻ കാരണം ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് തകർക്കപ്പെട്ട ചെറുപ്പക്കാരാണ്. ഏകദേശം ഒരു 30 വയസ്സിനും ഒരു 55 വയസ്സിനും അകത്തുള്ളവർ, 40 വയസ്സിനിടയിലുള്ളവർ, ഈ കുടുംബങ്ങളാണ് സ്വന്തം ഭാര്യയെ വിട്ടേച്ച് കാണുന്ന സ്ത്രീകളെ എല്ലാം ചാറ്റ് ചെയ്യുക, കാണുന്ന സ്ത്രീകളുമായിട്ട് സംസാരിച്ച് സമയം മെനക്കെടുത്തുക, എന്നിട്ട് കുടുംബം തകർന്നു പോവുക. അതുപോലെ ഭർത്താക്കന്മാരെ കളഞ്ഞിട്ട് ഭാര്യമാർ സാധുക്കൾ ഭർത്താക്കന്മാരെ വേദനിപ്പിച്ച് ഭാര്യമാരെ ഓരോ മറ്റുള്ള ശുശ്രൂഷകരായിക്കോട്ടെ, വിശ്വാസികൾ, അവരെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുക. ഇന്ന് പകൽക്കാലം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ജഡത്തിൻ്റെ പ്രവർത്തികളിൽ നിന്നും ആത്മാവിൻ്റെ ഫലമുള്ളവരായിട്ട് അവരുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്തിൻ്റെ കൺമോഹം, ജഡമോഹം, ജീവനത്തിലുള്ള പ്രതാപത്തിൽ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്ന് നമ്മൾ ഒത്തിരി വചനം ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയത്, ഒരുപാട് വചനങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. ഇന്ന് എനിക്ക് മനസ്സിൻ്റെ ഭയങ്കര വേദനയോടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. വളരെ കിടന്ന് ഉറങ്ങുമ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ല. മറ്റുള്ളവർ കഷ്ടം അനുഭവിക്കുക. ഇതൊക്കെ കേൾക്കുന്ന എനിക്കും ഭയങ്കര സങ്കടമുണ്ട്. നമ്മൾ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നതിന് ശേഷം ദൈവവുമായിട്ടൊരു ആഴമായ ബന്ധത്തിൽ നമ്മൾ ആയിരിക്കണം. നിശ്ചയമായിട്ടും അതിനാ പറയുന്ന വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ദൈവസന്നിധി വിശ്വസ്തയോടെ നമ്മൾ ജീവിക്കണമെന്ന് പറയുന്നത്. നമ്മൾ കൂട്ടായ്മ ആചരിക്കണമെന്ന് പറയുന്നത് അതിനാ. നമ്മൾ മറ്റുള്ള മാധ്യമങ്ങൾ, അതായത് സിനിമയും മറ്റുള്ള വെറിക്കൂത്തുകളും കണ്ടും അല്ലെ സീരിയലൊക്കെ കണ്ടും നമ്മുടെ മനസ്സ് മാറുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവത്തിൽ നിന്നും ഇപ്പോൾ വേറൊരു സ്വഭാവം വരണേ, ക്രിസ്തുവിൻ്റെ സ്വഭാവം വേണേ. ക്രിസ്തുവിനോട് കൂടെ നടക്കണം, ക്രിസ്തുവിനോട് ചേർന്ന് നടന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി ഇടവിടാതെ പ്രാർത്ഥിച്ച്, ഞാൻ എന്നും പറയുന്നത് പോലെ ശത്രു അകത്ത് കയറാതെ പോരാടി പ്രാർത്ഥിച്ച് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ലോകത്തുള്ള വെറിക്കൂത്തുകളിൽ, ലോകത്തിലുള്ള ഇമ്പങ്ങളിൽ, ലോകത്തിലുള്ളത് കണ്ടും കേട്ടും സന്തോഷിച്ചും രസിച്ചും പോകുമ്പോൾ നമ്മുടെ സ്വഭാവവും മാറും. ആരുടെ കൂടെ നമ്മൾ നടക്കുന്നത് അവരുടെ സ്വഭാവമാണ് നമുക്ക് വരുന്നത്. ആരുടെ കൂടെ ഒരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പഴയ കാലത്ത് മാതാപിതാക്കൾ പറയാം, ഒരു കൂട്ടുകാരനെ കണ്ടാൽ പറയാം നമ്മുടെ മക്കളുടെ സ്വഭാവം എന്താണെന്ന്. ഒരു കൂട്ടുകാരനെ നോക്കിയാൽ മതിയെന്ന് പറയും. ഞാൻ പറയട്ടെ, ഞാൻ ഇത്രയൊക്കെ സംസാരിക്കാൻ വളരെ വേദനയോടായി ഞാൻ നിങ്ങളുടെ അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് കുടുംബം തകർന്ന കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ ഇനി ഞാൻ വളരെ വിഷമിക്കുന്നു. നമ്മുടെ കർത്താവ് ഇതൊക്കെ കണ്ട് ദുഃഖിക്കുക സ്വർഗത്തിലിരുന്ന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബ ജീവിതം ഭദ്രമേറിയതായിരിക്കണം. അതിനകത്ത് അന്ധകാര ശക്തി കയറരുത്. പൈശാചിക ശക്തി കയറി കുടുംബം തകർക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അനാഥരായി തീരുക. പിതാവ് ഹല്ലേലൂയ ഒരു വൈഫിനെ, പിതാവ് തൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് വേറൊരു കല്യാണം കഴിക്കുമ്പോൾ അതുപോലെ ഭാര്യ ഭർത്താവിനെ കളഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് രണ്ടും ഭാര്യയും ഭർത്താവിനെയും കിട്ടും. പക്ഷെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊരിക്കലും അപ്പനെ അമ്മയെ യഥാർത്ഥത്തിൽ കിട്ടത്തില്ല. അതുകൊണ്ട് തമ്മിൽ പറഞ്ഞ് മനസ്സിലാക്കി, പറഞ്ഞ് സമാധാനമുണ്ടായി കുടുംബങ്ങളിൽ ചിന്നിച്ചിദ്രമുണ്ടാക്കാതെ, അതിന് ചിന്നിച്ചിദ്രമുണ്ടാക്കുന്ന ഏതൊക്കെ വ്യക്തികളാണോ ആ വ്യക്തികളെ പറഞ്ഞു മനസ്സിലാക്കി അവരിൽ നിന്നും അകന്ന് സമാധാനമുള്ളവരായി സമാധാനം കുടുംബത്തിന് ആചരിക്കുക. സമാധാനമില്ല, സ്വസ്ഥതയില്ല, സന്തോഷമില്ല. കുടുംബങ്ങളിലൊക്കെ വളരെ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ കണ്ട് ഞാൻ വളരെ ഇന്ന് വേദനയോടാണ് നിങ്ങളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് മെസ്സേജുകൾ എൻ്റെ മുന്നിൽ വന്നതുകൊണ്ട് എനിക്ക് സങ്കടമുണ്ട്. ഇന്നും പല കണ്ടിന്യൂ ആയിട്ട് ഞാൻ എന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇല്ല, ആ വ്യക്തിയോട് ദൈവം സംസാരിക്കും, തൻ്റെ വൈഫ് തിരിച്ചു വരും, ഭാരപ്പെടാതെ എന്ന് പറയുമ്പോഴും ഓരോന്ന് പറയും, ആൻറ്റി ഇതുവരെ വന്നില്ല, ഒരു കോള് പോലും എന്നെ വിളിച്ചില്ല, എനിക്കൊരു ആശ്വാസം ഇല്ല ആൻറ്റി എന്ന് പറയും. ഇന്നും എനിക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു ആ സഹോദരൻ്റെ. ഞാൻ പറയുന്നത്, ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും തകർക്കുന്ന നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ അറസ്റ്റ് വാറൻറ്റുമായിരിക്കുന്ന ഒരു പിശാച് നമ്മളെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടോ സ്നാനപ്പെട്ടിട്ടോ അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞിട്ടോ സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഓരോ ദിവസവും ജീവിച്ചില്ലെങ്കിൽ
ഇതിനെല്ലാം കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ഭാര്യയെ വേദനിപ്പിച്ചതിൻ്റെയും ഭർത്താവിനെ വേദനിപ്പിച്ചതിൻ്റെയും ഒരു ന്യായവിധി ഉണ്ടെന്ന് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ദയവായിട്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ ഏതെങ്കിലും കഷ്ടത്തിൽ കൂടെ കടന്നു പോകുകയാണെങ്കിലും അതേ സ്തോത്രം, ആ കഷ്ടങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാവും. പക്ഷേ ഈ ഒരു പരിഹാരമുണ്ടാകാൻ അതേ സ്തോത്രം നമ്മൾ തന്നെത്താനെ ശ്രമിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരു മദ്യപാനിയാണെങ്കിലോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി കിടക്കുന്ന അതേ വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ ദുസ്വഭാവത്തിന് അടിമയായിരിക്കുന്ന വ്യക്തിയാണെങ്കിലോ അവരെ പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും നമുക്കൊരു പരിധി വരെ പറ്റില്ല. പക്ഷേ ദൈവത്തിന് കഴിയും. യഹോവയ്ക്ക് കഴിയാത്തതൊന്നുമില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ഒരു അതെ ഇന്ന് എന്നോട് ഈ മെസ്സേജ് എനിക്ക് വോയിസ് ഇട്ട ആ സഹോദരനും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അന്യോന്യം മനസ്സിലാക്കി, തമ്മിൽ സഹോദരങ്ങളെ മനസ്സിലാക്കി, ഭാര്യയെ ഭർത്താവിനെ മനസ്സിലാക്കി സമാധാനമുള്ളവരായി അതെ ഈ ദിവസം ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും നമുക്ക് നാളെ മാനസാന്തരപ്പെടാം. നാളെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകും. നാളെ ആകട്ടെ എന്ന് പറയുന്ന ഇന്നാ നിൻ്റെ ദിവസം. ഇന്ന് നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, മനം തിരിഞ്ഞ് നീ പുറത്തു വന്നില്ലെങ്കിൽ ദൈവവുമായിട്ട് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. നിത്യനരകത്തിൽ കെടാത്ത തീയും ചാകാത്ത പുഴുവും ഉള്ളിടത്തോട്ട് പോകണമോ? നിത്യ ആനന്ദമുള്ള സ്വർഗസ്ഥലത്ത് പോകണമോ? ഹല്ലേലൂയ, നമ്മൾ തന്നെ തീരുമാനിക്കുക. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിച്ചിരുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സഹോദരങ്ങൾക്കൊക്കെ ഒരു മാനസാന്തരം കൊടുക്കുവാൻ, കുടുംബം തകർന്ന അതേ വ്യക്തികളെ ഓർത്ത് നമുക്കിന്ന് കൂടുതൽ അതിനായിട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പല ദിവസങ്ങളിൽ ഇത് പറയണമെന്ന് വിചാരിച്ചു എങ്കിലും ദൈവത്താൽ ഇന്നാണ് ഒരു ദിവസം എനിക്ക് നിയോഗിക്കപ്പെട്ട ഒരു ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും ദയവായിട്ട് ഒരു 30 വയസ്സ് മുതൽ ഒരു 60-70 വയസ്സ് വരെയുള്ള കുടുംബങ്ങളെ ഓർത്ത് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് അവരെ ഓർത്ത് നന്നായി എന്നെ കേൾക്കുന്ന നിങ്ങളും ദയവായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. യൗവനക്കാർ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നാളെ അവർ കർത്താവിനെ പ്രസിദ്ധമാക്കേണ്ടവരാണ് കർത്താവിൻ്റെ വരവ് താമസിച്ചെങ്കിൽ. ഹല്ലേലൂയ, അതെ, എത്ര പേര് ഇന്ന് ഭൂമിയിൽ അതെ കർത്താവിനെ സ്വന്തം കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടവരുണ്ട്. എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ യേശുവിനെ കാണാനുണ്ട്. അവരെ എല്ലാം ഓർത്ത് നമുക്ക് ദിവസവും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടെ തെറ്റിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ, നിർവ്യാജ സ്നേഹത്തോടെ, നീതിയോടെ, സത്യത്തോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ ചേർക്കാനാണ് വരുന്ന. അഡ്ജസ്റ്റ് ചെയ്ത് ലോകവും വേണം, അതേ സ്തോത്രം, ദൈവവും വേണമെന്ന് പറഞ്ഞാൽ നോ, കർത്താവിനത് താല്പര്യമില്ല. ഉഷ്ണവാനാണോ അതുമല്ല, ശീതവാനാണോ അതുമല്ല, ശീതോഷ്ണവാനെ ഞാൻ ഉമിന്ന് കളയുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വളരെ വേദനയോടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. വളരെ തകർന്ന് തരിപ്പണമായ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ശകലം പോലും സ്വസ്ഥതയില്ല. കുഞ്ഞുങ്ങൾ വല്ലാത്ത അവസ്ഥ, അവരുടെ ഭാവിയെ തന്നെ തകർക്കുകയാണ് ഈ ചാറ്റിങ്ങും ചീറ്റിങ്ങും എല്ലാം കൂടെ നിമിത്തം. അതെ, ഈ മൊബൈൽ കാരണം ഒരുപാട് കഷ്ടത്തിൽ കൂടെ പോകുന്ന കുടുംബങ്ങളുണ്ട്. ദയവായിട്ട് നിങ്ങളോട് എനിക്കുള്ള റിക്വസ്റ്റ്, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് മാനസാന്തരം വരാൻ പ്രാർത്ഥിക്കുക. ഭാര്യ അറിയാതെ ഭർത്താവിനും, ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്കും ഒരു മൊബൈലുണ്ടെങ്കിൽ അത് തമ്മിൽ ആശയവിനിമയം വേണം. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അത് രണ്ട് പേരും 2 മൊബൈൽ എടുത്ത് കൊണ്ടുപോകുക. മക്കൾ അവരുടെ വഴിയെ മൊബൈലും കൊണ്ടുപോകുക. അത് കഴിഞ്ഞിട്ട് അവർ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഒരു തരത്തിൽ ഒരു സമയത്ത് അവരുടെ കൈ ഇങ്ങനെയുണ്ട്, മൊബൈൽ മാറുന്നില്ല. ഇന്നൊരു വല്ലാത്ത അവസ്ഥയില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ കാർട്ടൂൺ കാണിച്ച് അവരെ കാണിച്ച് മാതാപിതാക്കൾ അവരുടെ ജോലി ചെയ്യുക. പിന്നെ ആ കുഞ്ഞുങ്ങളുടെ ബ്രെയിനകത്ത് വളരെ വലിയ കഷ്ടം വന്നിട്ട് അവർക്ക് അവരുടെ നാവ് കൊണ്ട് സംസാരിക്കാൻ പോലും വയ്യാത്ത ഒത്തിരി കുഞ്ഞുങ്ങളെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, മൊബൈൽ ഒരു വശത്ത് ദോഷവും ഒരു വശത്ത് ഗുണവുമാണ്. അതുകൊണ്ട് തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ കീരിയും പാമ്പും പോലുള്ള അവസ്ഥയിൽ ഒരുപാട് കുടുംബങ്ങളെ എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്തോത്രം, ഒരു മൊബൈലുണ്ടെങ്കിൽ അത് ഭർത്താവിനും ഭാര്യയ്ക്കും അത് കാണാവുന്ന തരത്തിലുള്ളതായിരിക്കണം.
ഭാര്യയെ മറിച്ച് ഭർത്താവിനും, ഭർത്താവിനെ മറിച്ച് ഭാര്യയ്ക്കും, അങ്ങനൊരു കാര്യം പാടില്ല. ഇതിനെല്ലാം ദൈവസന്നിധിയിൽ കണക്ക് പറയും. ഇത് ആരെ മറയ്ക്കും? സ്വർഗത്തെ മറയ്ക്കാൻ കഴിയുമോ? സ്വർഗത്തെ മറയ്ക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ വചനം എടുക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം, വ്യക്തികൾക്കൊരു മാനസാന്തരം കൊടുക്കാൻ. അതെ, വിവാഹിതരായവരും വിവാഹിതരാകാത്ത ചെറുപ്പക്കാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരും നഷ്ടപ്പെട്ടു പോകല്, ഒറ്റ ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവത്തിന് ഹിതമില്ല, ദൈവത്തിന് ഇഷ്ടമില്ല. ഞാൻ വളരെ വേദനയോടാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് കുടുംബങ്ങളെ തകർക്കുന്ന ഈ മൊബൈൽ യൂസ്, തിരിഹിതമില്ലാത്തതെല്ലാം, ബന്ധങ്ങളെ തിരിഹിതമില്ലാത്ത അതേ പൈശാചിക ശക്തികൾ, സ്വാധീനങ്ങൾ എല്ലാം ഇന്ന് വേരോടെ പിഴുതു പോകുവാൻ നമുക്ക് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമുക്ക് അതെ, ഇന്ന് ഞാൻ വചനം നിങ്ങളോട് ഷെയർ ചെയ്യാഞ്ഞത് ഇതാണ് കാരണം. എനിക്ക് അത്യാവശ്യം നിങ്ങളോട് ഷെയർ ചെയ്യണം, ഈ കാര്യം എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ദയവായിട്ട് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങൾ, നിങ്ങളിരിക്കുന്ന സമയത്തൊക്കെയും അല്പസമയം കുടുംബങ്ങൾക്ക് വേണ്ടി ദയവായിട്ട് പ്രാർത്ഥിക്കുക. കുടുംബം അത് രണ്ടാകുമ്പോൾ തലമുറകളാണ് ചിന്നിച്ചിദ്രമാകുന്നത്. പിന്നെ ആ തലമുറകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പിന്നെ വേറിട്ട് പോയി അവരും അവരുടേതായ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു അവസരം ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഓർത്ത് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം, രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബ സമാധാനം കെടുത്തുന്ന അത് ഏത് മാധ്യമമാണോ അതിനകത്തൊക്കെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഐക്യതയും സ്നേഹവും സമാധാനവും സന്തോഷവും കർത്താവിൻ്റെ അതേ സമാധാനവും ഇല്ലാത്ത ഭവനങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദയവായി ഞാൻ ഇന്ന് നിങ്ങളോടൊരു വിഷയം ഇത് ഷെയർ ചെയ്തത് നിങ്ങൾ പ്രാർത്ഥിക്കാനാണ്. ദയവായി പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ തലയിലെ ഒരു മുടി പൊഴിയുന്നത് അതേ സ്തോത്രം ദൈവത്തിന് അറിയാം. ഇനി എത്ര മുടി നമ്മുടെ തലയിലുണ്ടെന്ന് ദൈവത്തിന് അറിയാം. ഇനിയും എത്ര പൊഴിഞ്ഞു പോയെന്നും എത്ര എണ്ണം തലയിലുണ്ടെന്നും നമുക്കറിയില്ല. എന്നാൽ നമ്മുടെ ദൈവത്തിനറിയാമെങ്കിൽ, കഷ്ടങ്ങളിലായിരിക്കുന്ന ദൈവ പൈതലേ, നിൻ്റെ കഷ്ടതയ്ക്ക് ഒരു അറുതിയുണ്ട്. അതെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന പോലെ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു, താമസിക്കുകയില്ല നിശ്ചയം. അതുകൊണ്ട് കുടുംബങ്ങളെ ഓർത്ത് നമുക്കിന്ന് ദയവായി പ്രാർത്ഥിക്കാം. രോഗികളായവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ അനാഥരായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിധവകളായവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതേ, രോഗങ്ങളിൽ അതേ ഓരോ ഹോസ്പിറ്റലുകളിൽ അതേ ക്രിട്ടിക്കൽ സ്റ്റേജ് കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷം എത്തിപ്പെടുവാൻ തക്കവണ്ണം ഉൾഗ്രാമങ്ങളിൽ സുവിശേഷം അറിയപ്പെടുവാൻ സുവിശേഷത്തിന് വിരോധികളായവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദേശത്തും രാജ്യത്തും ലോകരാജ്യങ്ങളും കർത്താവ് വരുവാൻ അതേ അധികം താമസമില്ല. അതുകൊണ്ട് എല്ലാവരും മാനസാന്തരത്തിൻ്റെ ഫലം കായ്ച്ച് മാനസാന്തരപ്പെട്ട് എല്ലാവരും കർത്താവിങ്കിലേക്ക് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കാണുന്ന കേൾക്കുന്ന കർത്താവെ മാധ്യമങ്ങളിലും അവിടങ്ങളിൽ നിന്ന് വന്ന കർത്താവെ ആ വോയിസ് മെസ്സേജുകൾ വളരെയധികം വേദനാജനകമായ കുടുംബങ്ങൾ, തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ കർത്താവെ പണിയപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ നിൻ്റെ കരുണയുടെ കരം നീട്ടണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ കർത്താവെ അതേ അങ്ങോട്ടും ഇങ്ങോട്ടും കർത്താവെ മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം അവർ അസ്വസ്ഥരായി കുടുംബം തകർന്നു കിടക്കുന്ന കുടുംബ ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരസ്പരം വിശ്വസ്തത കാണിക്കാതെ കർത്താവെ ഹല്ലേലൂയ സകല വക്രതകളും കർത്താവെ ദൈവത്തിന് വിരോധമായ സ്വഭാവത്തിൽ നിന്നൊക്കെയും വിടുവിച്ച് ഐക്യതയോട് സ്നേഹത്തോട് സമാധാനത്തോടെ കർത്താവെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ പരസ്പരം മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിനോടുള്ള ആഴമായ ബന്ധത്തിൽ എൻ്റെ യേശു ഇതിനെല്ലാം കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ ആമേൻ ഞാൻ വിശ്വസ്തയെന്ന് എണ്ണണം എന്ന് ഓർത്ത് കർത്താവെ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം അതേ സ്തോത്ര ഹൃദയങ്ങളെ കർത്താവെ അതേ ആ കഠിനപ്പെട്ട് കിടക്കുന്ന ഹൃദയങ്ങളെ, കല്ലുപോലുള്ള ഹൃദയങ്ങളെ ഇന്ന് മെഴുകുപോലെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു കരുണയും മനസ്സലിവും കൊടുക്കണമേ. സകല ഫറവോന്യമായ ആമേ സ്തോത്ര കാഠിന്യ ഹൃദയത്തെ കർത്താവ് ഇന്ന് മെഴുകുപോലെ ആക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ
കുഞ്ഞിനെ കാണാതെ, കർത്താവെ തൻ്റെ ഭാര്യയെ കാണാതെ വേദനിക്കുമ്പോൾ അവരുടെ ഹൃദയം കഠിനപ്പെട്ട് കിടക്കുന്ന കർത്താവെ സ്ത്രീകളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവെ പുരുഷന്മാരെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക. കുടുംബ ജീവിതത്തിൽ തകർച്ചയുള്ള എല്ലാ മാതാപിതാക്കളുടെ കർത്താവെ വേദനകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങളെ എല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളോടും അങ്ങ് കരുണ തോന്നണം, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ദേശത്തെ, രാജ്യത്തെ, ലോകരാജ്യങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകാൽ കർണാടക സംസ്ഥാനത്തോട് അങ്ങ് കരുണ തോന്നണം, മനസ്സലിയണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 31 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ ഞങ്ങളിങ്ങനെ ഒരു കൂടിവരവ്, ഞങ്ങളിങ്ങനെ ഒരു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് എവിടൊക്കെ മാനസാന്തരപ്പെടണമോ, എവിടൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടണമോ കർത്താവെ, വെള്ളങ്ങളുടെ മേൽ ആത്മാവ് പരിവർത്തിച്ചതുപോലെ പാഴും ശൂന്യോ ഇരുളുമായിരുന്നതിനെ അമ്മ വെള്ളം ഒരിടത്ത് മാറി, ഭൂമി ഒരിടത്ത് മാറിയതുപോലെ സകല പൈശാചികമായ കർത്താവ് കുടുംബ ജീവിതത്തെ തകർക്കുന്ന സകല ഇരുളിൻ്റെ മണ്ഡലങ്ങൾ നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ അമ്മ ദേശത്തും രാജ്യത്തും ലോകരാജ്യങ്ങളും മാറിപ്പോകുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, തലമുറകൾ സന്തോഷം അനുഭവിക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട നിൻ്റെ കുഞ്ഞുങ്ങൾ അവർ തന്നെത്താൻ അവർ കഷ്ടം അനുഭവിക്കുമ്പോൾ ആർക്കും അവരെ സഹായിക്കുവാൻ കഴിയത്തില്ല. ഒരു കുടുംബ ജീവിതത്തിനകത്ത് ആർക്കും കയറുവാൻ കഴിയത്തില്ല. എന്നാൽ കയറുവാൻ കഴിയുന്ന ഒരു സ്വർഗമുണ്ട്. അമേൻ. ഇന്ന് ദൈവം കർത്താവെ സകല കുടുംബങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തി കുടുംബ ജീവിതത്തെ തകർക്കുന്ന സകല പൈശാചിക ശക്തിയിൽ നിന്നും ദൈവം കർത്താവെ അതെ കുടുംബങ്ങളെ അങ്ങ് അമ്മയെ സ്നേഹിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. സകല പൈശാചിക ശക്തിയിൽ നിന്നും കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ യുവാക്കന്മാരെ, യുവതികളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവെ സഹോദരങ്ങളെ ഏൽപ്പിക്കുന്നു. ദേശത്തെ, രാജ്യത്തെ, ലോകരാജ്യങ്ങളെ മൊത്തമായി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ ഇന്ത്യ മഹാരാജ്യത്തോടും അങ്ങ് കരുണ തോന്നണമേ. സകല ശുശ്രൂഷകന്മാരെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടെ തെറ്റിക്കുന്ന ഒരു കാലമാണ്. കർത്താവെ ശുശ്രൂഷകന്മാർ വീണു പോകാതെ, കർത്താവെ ദൈവത്തിൻ്റെ ദാസിമാർ വീണു പോകാതെ, പരിശുദ്ധാത്മാവെ കർത്താവ് ഞങ്ങളുടെ മേളിലുണ്ട് എന്നുള്ള ചിന്തയിൽ അമ്മേ ഭയത്തോടും വിറയിലോടി പ്രവാസകാലം കഴിച്ചുകൂട്ടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബങ്ങൾ തകർന്നു കിടക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അനേക കുടുംബങ്ങൾക്കൊരു ആശ്വാസമായി, സമാധാനമായി എന്ന് കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേശത്തും രാജ്യത്തുള്ള സകല ജനത്തെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരെ, ഭരണാധികാരികളെ എല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മിഷണറിമാരെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജയിലറുകളിൽ കിടക്കുന്ന കർത്താവെ കർത്തൃദാസന്മാരെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ, തലമുറകളെ ഏൽപ്പിക്കുന്നു. സാമ്പത്തികമായി കഷ്ടം അനുഭവിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ സകലരോടും കരുണ തോന്നുന്നു. രോഗികളായി ഹോസ്പിറ്റലൈസ്ഡായി കിടക്കുന്ന മക്കൾക്കായി സ്തോത്രം. കർത്താവെ മദ്യത്തിനും മയക്കുമരുന്നിനും കർത്താവെ ആയി കിടക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും കർത്താവെ അതേ അടിമയായി കിടക്കുന്ന മക്കളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലരോടും അങ്ങ് കരുണ തോന്നണം, മനസ്സലിയണം. ഇന്ന് പകൽക്കാലം സകലത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ ആരവ നിമിത്തം, ദുഷ്ടൻ്റെ പീഡ നിമിത്തം വല്ലാതെ പൊറുതിയില്ലാതെ ഞെരങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവരെയും സഹായിക്കണമേ. അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. കേൾക്കുന്ന നിൻ്റെ മക്കളും ഇനി കേൾക്കാൻ പോകുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ പ്രാർത്ഥന കർത്താവ് കേട്ട് അമ്മേ സ്വർഗത്തിൽ നിന്നൊരു മറുപടി ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷയത്തിൻ്റെ മേലും അങ്ങ് അത്ഭുതം ചെയ്യണമേ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്നേഹത്തോടെ, ഐക്യതയോടെ, ദൈവത്തിൽ ആശ്രയിച്ച് കൂട്ടായ്മ ആചരിച്ച് കർത്താവുമായി ആഴമായി ബന്ധം സ്ഥാപിപ്പാൻ ദൈവം സഹായിക്കണമേ. സകല ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നും ജനത്തെ അങ്ങ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകല മേഖലകളിലും അത്ഭുതം നീ ചെയ്തതിനായി നന്ദി അപ്പാ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഇന്നും എല്ലാവരെയും ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.